നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലെത്തി നിൽക്കുകയായിരുന്നു. അതായത് കുറ്റപത്രം സമർപ്പിച്ചു, ഇനി വിചാരണ, ശിക്ഷ എന്നീ കടമ്പകൾ കൂടി ബാക്കിയുണ്ട്. അതിനിടയിലാണ് ഈ കേസിലെ ഏക പ്രതി അഫാൻ ജയിലിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. എന്തായാലും അഫാൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. അഫാനെ തടവുകാരെ പാർപ്പിക്കുന്ന സെല്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അഫാൻ ചികിത്സയിലായിരിക്കുന്നത്. ഇവിടെ തടവുകാർ പാർപ്പിക്കുന്ന സെല്ലിലേക്കാണ് ഇപ്പോൾ ICUവിൽ നിന്നും അഫാനെ മാറ്റിയിരിക്കുന്നത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് അഫാനെ ഈ സെല്ലിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപകടനില തരണം ചെയ്ത അഫാനെ കഴിഞ്ഞയാഴ്ച വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരുന്നു. വീണ്ടും ജയിലിലേക്ക് മാറ്റാൻ കൂടുതൽ സമയമെടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അഫാൻ എന്ന പ്രതി വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കാരണം ഇതിപ്പോൾ ഈ ഒരു കേസിൽ അറസ്റ്റിലായതിനു ശേഷം മൂന്നാമത്തെ തവണയാണ് അഫാൻ്റെ ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവണത കാണിക്കുന്ന ഒരു പ്രതി ആയതുകൊണ്ട് അഫാനെ തിരിച്ച് ജയിലിൽ എത്തിച്ചാലും തീർച്ചയായിട്ടും ഇനിയും ആത്മഹത്യ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങളൊക്കെ പ്രതിക്ക് ആവശ്യം വരേണ്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ ജയിലിലേക്ക് മാറ്റാനുള്ള ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു സെല്ലിൽ തന്നെ, അതായത് ആശുപത്രിയിൽ തന്നെ തുടരേണ്ടുന്ന സാഹചര്യത്തിലാണ് അഫാൻ ആയിരിക്കുന്നത്. ജയിലിലേക്ക് മാറ്റാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. അഫാൻ ഓർമ്മശക്തി അടക്കം വീണ്ടെടുത്തതായി ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ അഫാൻ കഴിഞ്ഞ മെയ് 25-നാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിൽ അഫാന്റെ കഴുത്തിലെ ഞരമ്പുകൾക്ക് മാരകമായ പരിക്കാണ് സംഭവിച്ചത്. കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഈ ഒരു സാഹചര്യം എത്തി നിൽക്കവെയാണ് അഫാൻ ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറ്റപത്രം വിചാരണ തുടങ്ങണമെങ്കിൽ അതിനൊരു തടസ്സം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അതിനുള്ള ശ്രമമാണോ നടത്തിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാണ്. എങ്കിൽ പോലും 3 കേസുകളിലെയും കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു കഴിഞ്ഞു. ആദ്യ കേസിലെ കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെ പിറ്റേന്നായിരുന്നു അഫാൻ ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. മാത്രമല്ല, ഈ ഓർമ്മശക്തിയൊക്കെ നഷ്ടമായാൽ വിചാരണയും മറ്റും ബാധിക്കും, വലിയ രീതിയിൽ തന്നെ ബാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ച അഫാന് ഓർമ്മ വന്നപ്പോൾ, അതായത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നാണ് അഫാൻ പറയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്നോ എന്താണ് ഉണ്ടായതോ ഒന്നും തനിക്ക് ഓർമ്മയില്ല എന്ന് അഫാൻ പറയുന്നു. ഓർമ്മശക്തി എങ്ങാനും നഷ്ടമായാൽ വിചാരണയെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരൂഹതകൾ അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരു നാടകങ്ങളാണോ, അഫാൻ്റെ നാടകീയമായ നീക്കങ്ങളാണോ ഇതൊക്കെ എന്നതടക്കമുള്ള ചോദ്യങ്ങളും ശക്തമാകുന്നുണ്ട്. എന്തായാലും വിചാരണ തടസ്സപ്പെടാതിരിക്കട്ടെ എന്നാണ് ഈ ഒരു കേസിൽ നീതി കിട്ടേണ്ടെന്നവർ ആഗ്രഹിക്കുന്നത്. 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾക്കെതിരെയുള്ള 3 കുറ്റപത്രങ്ങളും പോലീസ് സമർപ്പിച്ചിരുന്നു. അഫാൻ വിഷാദ രോഗത്തിൻ്റെ പിടിയിലായിരുന്നെന്ന് ജയിൽ അധികൃതർ നേരത്തെ തന്നെ അറിയിച്ച കാര്യമാണ്. വിഷാദ രോഗത്തിന് ഡോക്ടർമാരെയും കണ്ടിരുന്നു. ആത്മഹത്യാ പ്രവണത പലപ്പോഴായി കാട്ടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയപ്പോൾ അത് വലിയ രീതിയിൽ തീവ്രമായി പോയി. എങ്കിൽ പോലും പ്രതിയുടെ ഒരു പ്രായം അത് വെച്ചിട്ടാണ് ചികിത്സയൊക്കെ ഏറ്റത്. എന്തായാലും ഒരുപാട് കാലം അനങ്ങാതെ കിടക്കേണ്ടി വരും എന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ എന്ന നിഗമനങ്ങളിൽ നിന്നും ഇപ്പോൾ ICUവിൽ നിന്ന് വരെ മാറ്റുന്ന സാഹചര്യത്തിലേക്ക് അഫാൻ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആശാവഹമായ പുരോഗതിയാണ് അഫാൻ്റെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അഫാൻ്റെ ആരോഗ്യ കാര്യത്തിൽ എന്തിനാണ് ഇത്രയധികം ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്ന ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയരും. തീർച്ചയായിട്ടും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എന്ന ഈ കേസ് നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ, പ്രതിയുടെ സാന്നിധ്യം വളരെ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിലെത്തി നിൽക്കുമ്പോൾ, പ്രതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും അത് കേസിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പ്രതിയുടെ ഒരു സാന്നിധ്യം കൂടി ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ കൂടിയാണ് കേസ് എത്തിയിരിക്കുന്നത്. വിചാരണ, ശിക്ഷ, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിൽ ഇനി കടക്കേണ്ടതായിട്ടുണ്ട്. അതീവ സുരക്ഷ അല്ലെങ്കിൽ അതീവ നിരീക്ഷണത്തിലായിരുന്നു പ്രതിയെങ്കിൽ പോലും ഇത്തരത്തിലൊക്കെ സംഭവിച്ചു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്തായാലും അഫാനെ ഈ ഒരു സെല്ലിലേക്ക് മാറ്റുന്ന സാഹചര്യത്തിൽ ആ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് അഫാൻ എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം.
സഹോദരൻ അക്സാൻ, സുഹൃത്തായ ഫർസാന, പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ലത്തീഫിന്റെ ഭാര്യ സാജിദ ബീവി, പിതൃമാതാവ് സൽമ ബീവി എന്നിവരെ അഫാൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും അമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് 48 ലക്ഷം രൂപയോളമാണ് കടം വർദ്ധിച്ചത്. ഇതിൽ വഴക്കു പറഞ്ഞതിൻ്റെയും കടം വീട്ടാൻ സഹായിക്കാത്തതിൻ്റെയും മറ്റ് ചില ഉപദേശങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചതിൻ്റെയും ഒക്കെ വൈരാഗ്യത്തിലാണ് ഉറ്റവരെ മുഴുവൻ അഫാൻ കൊന്നൊടുക്കിയതെന്നാണ് കുറ്റപത്രത്തിൽ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു അഫാൻ. എലിവിഷമാണ് കഴിച്ചത്. ഈ ഒരു കാരണത്താൽ ഒരുപാട് ദിവസം മെഡിക്കൽ കോളേജിൽ അഫാൻ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു കസ്റ്റഡിയിൽ വാങ്ങിക്കുക, തെളിവെടുപ്പ് എന്ന ഘട്ടങ്ങളിലേക്ക് കടന്നത്. തെളിവെടുപ്പിൻ്റെ തലേ ദിവസം രാവിലെയും ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം ഈ ഒരു ജയിലിൽ അഫാൻ നടത്തിയിരുന്നു. ഇപ്പോൾ ഇതാ കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസവും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വീണ്ടും ജയിലിൽ തിരിച്ചെത്തിച്ചാൽ അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു നിരീക്ഷണമാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അഫാൻ ശ്രമിക്കാതിരിക്കാൻ എന്ത് രീതിയിലുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണതയുള്ള പ്രതി ആയതുകൊണ്ട് തന്നെ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലായിരുന്നു അഫാനെ താമസിപ്പിച്ചിരുന്നത്. അതായത് ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിലെ UTV ബ്ലോക്കിലായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത്. അഫാൻ അടക്കം 2 പേർ മാത്രമായിരുന്നു ഒരു സെല്ലിൽ. സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. സഹതടവുകാരൻ ഫോൺ വിളിക്കാൻ ഒന്ന് മാറിയപ്പോഴാണ് അഫാൻ ഇത്തരത്തിൽ ശുചിമുറിയിൽ കയറി ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഞായറാഴ്ചയായിരുന്നു ആത്മഹത്യാ ശ്രമം. അതുകൊണ്ട് തന്നെ രാവിലെ 11 മണിക്ക് ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ TV കാണാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അഫാനെ നിരീക്ഷിക്കുന്ന സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അലക്കി ഉണക്കാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്തായാലും പ്രാഥമിക ശുശ്രൂഷ നൽകിയത് കൊണ്ടാണ് അഫാന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു ആരോഗ്യസ്ഥിതിയിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട് എന്നത് കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം തന്നെയാണ്.